വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. ഇന്ന് ഞാൻ 2 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്ക് 3 kgൻ്റെ വലുപ്പത്തിൽ ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ചില കസ്റ്റമേഴ്സ് എനിക്കിങ്ങനെ ഓർഡർ തരാറുണ്ട് കേട്ടോ, 2 kg ഉള്ള കേക്ക് മതി, പക്ഷേ അവർക്കൊരു 3 kgൻ്റെ വലുപ്പത്തിൽ ചെയ്ത് തരണമെന്ന്. അവർക്ക് കൂടുതൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ കേക്ക് മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഈ ഒരു ക്രസ്റ്റ് ആൻഡ് ക്രംബ് മിക്സ് വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പം അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇത് 2 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 600 ഗ്രാം കേക്ക് മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ നേർപകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഗ്രാം അളവിലും മില്ലി അളവിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കപ്പ് അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കേക്ക് ജെല്ല് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ കേക്ക് ജെല്ല് ഉപയോഗിക്കാതെയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കേക്ക് മിക്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് കേക്ക് ജെല്ല് ചേർക്കുകയാണെങ്കിൽ ആ ഒരു കേക്കിന് ഹൈറ്റും നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അധികം ബേക്കറിക്കാർ ഈ ഒരു കേക്ക് ജെല്ല് ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കേക്ക് ജെല്ല് ഉണ്ടാവുക. 16 ഗ്രാം കേക്ക് ജെല്ലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കേക്ക് ജെല്ല് ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. 120 ml വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നോർമൽ വാട്ടറാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ 8 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കിലോ ബാറ്ററാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. 1 കിലോയിലേക്ക് 4 എണ്ണം മതി. 2 കിലോ ആയതുകൊണ്ട് ഇതിലേക്ക് 8 എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കേക്ക് മിക്സും എഗ്ഗും ജെല്ലും വാട്ടറും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ബീറ്റ് ആവുന്ന സമയത്ത് ഇവിടെ ഓയിൽ എടുക്കുന്നുണ്ട്. 30 ml ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രിങ്ക് മിൽക്ക് മിക്സ് ആണ്. അപ്പോൾ ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ 2-3 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. ചിലവർ ഇതിലേക്ക് എസൻസും അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത്. ഇനി ഇത് നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലോണം ആ ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ബീറ്റിംഗ് ടൈം എത്രയാണെന്നുള്ളത്. ഇതിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത്രയും മതി. ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്ത സമയത്ത് എല്ലാ ഭാഗത്തും മിക്സ് ആയിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗം കൂടി ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ 2 കിലോൻ്റെ ബാറ്ററാണ്. അത് ഞാൻ 3 കിലോ വലുപ്പത്തിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 11 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് ഈ ഒരു ബാറ്റർ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അത്യാവശ്യം നല്ല ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു ബാറ്റർ ഉള്ളത്. അത്യാവശ്യം നല്ലോണം തന്നെ നമ്മൾ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ബാറ്റർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് അതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഇത് ഞാൻ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് ആണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഓരോരുത്തരും ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കല്ലേ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ബട്ടർ സ്കോച്ച് സോസും പ്രലൈൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഹോം മെയ്ഡായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെയാണ് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെയും പ്രലൈൻസ് ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കേക്ക് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സോസും പ്രലൈൻസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഇതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഞാനിവിടെ ഫിയോനേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രലൈൻസൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് ഞാൻ പേപ്പർ വിരിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കേക്ക് ചെയ്യുന്ന സമയത്ത് ചുറ്റിലും അതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ വീഴുമല്ലോ, അത് ആ ഒരു പേപ്പറിലേക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ആ ഒരു ക്രീമില്ലേ, അതിലേക്ക് കാരമൽ സോസും പ്രലൈൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ കേക്ക് ബേസിലേക്ക് കേക്കിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ക്രീം സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടിയും സോസും പ്രലൈൻസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ഒരു കേക്കിന് മധുരം കൂടുതലായിരിക്കൂലേ എന്ന്. ഇല്ല കേട്ടോ, ഞാൻ ഈ ഒരു കേക്ക് മുഴുവനായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കേക്ക് ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, സുബൈർക്കയാണ്. അപ്പോൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള നമുക്ക് നമ്മളെ വീട്ടിൽ ഹെൽപ്പിനൊക്കെ നമ്മളെ വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിലെ ഉമ്മയോ ഒക്കെ നമുക്ക് സഹായിച്ചു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാവൂലേ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡറൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ സഹായിച്ചിട്ട് നമ്മളെ കൂടെ വീട്ടിലുള്ളവരും കൂടിയും കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതികളൊക്കെ പഠിച്ചെടുക്കൂലേ. അങ്ങനെയാണ് കേട്ടോ സുബൈർക്ക പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുബൈർക്ക കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പഠിച്ചതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ബേക്കറിയിലേക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേക്കറികളിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബൾക്കായിട്ട് തന്നെ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഓർഡർ കിട്ടുന്നത് ഡിസംബർ ജനുവരി ആ ഒരു സമയത്താണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സമയത്ത് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ഓർഡർ ഉണ്ടാവലുണ്ട്. ഒരു ദിവസം 30, 35, 40 കേക്ക് വരെ ചെയ്തു കൊടുത്ത ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ എന്താ പറയുക, നമുക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്കത് ശീലമായിക്കോളും. അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളും ഫുഡും എല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികളും സുബൈർക്കയും എല്ലാം എനിക്ക് സഹായിച്ചു തരാറുണ്ട് കേട്ടോ. ആദ്യം ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടും അങ്ങനത്തെ ചെറിയ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കൂടുതലായിട്ട് ഓർഡർ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് ചെയ്തു പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇപ്പം എന്നെക്കാട്ടും നല്ല ഫിനിഷിങ്ങിൽ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ കേക്ക് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുക്കലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ ആ ഒരു സോസും ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു സമയത്ത് മിൽക്ക് മെയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സോസിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കേക്കിൻ്റെ ഉള്ളിലായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു കേക്ക് കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്രീം വെച്ചിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നിങ്ങളെ കയ്യിൽ നല്ല നീളത്തിലുള്ള സ്കെയിലോ അല്ലെങ്കിൽ ഇതുപോലെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു നൈഫ് ഉണ്ടല്ലോ, അതോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രീം മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു സ്ക്വയർ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടുവേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സോസിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഫിനിഷിംഗ് ഇല്ലെങ്കിലും അത്ര കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് പ്രലൈൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു നോസിൽ വർക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ചെറിയ ഡോട്ട്സ്, ഒരു ബ്ലാക്ക് കളറിലുള്ള പോലത്തെ ഡോട്ട്സ് കാണുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രലൈൻസും ആ ഒരു സോസൊക്കെ ആക്കിയിട്ടുള്ള ആ ഒരു ക്രീമില്ലേ അതിലേക്ക്
ബാക്കി ക്രീം മിക്സാക്കി കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം ഇത് തലേ ദിവസമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളിത് ചെയ്യുന്ന സമയത്ത് ചുറ്റിലും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രലൈൻസ് ഒന്ന് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഷീറ്റ് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കേക്കിൻ്റെ താഴെ ഭാഗത്ത് സൈഡിൽ കുറച്ച് കട്ടിയിൽ ഈ ഒരു പ്രലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. ഇനി കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് അതിൻ്റെ റിവ്യൂ അറിയലാണ് അല്ലേ. ചിലവർ നമ്മളെ കേക്കിൻ്റെ റിവ്യൂ പറയൂ കേട്ടോ വിളിച്ചിട്ട്, ചിലവർ പറയൂല. എന്നാലും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അവരതിൻ്റെ റിവ്യൂ പറയുമോ എന്നുള്ളത് അല്ലേ. ഒട്ടുമിക്ക ബേക്കേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും എനിക്ക് ഒരു കേക്കിൻ്റെ റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എല്ലാവർക്കും കേക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. ആ ഒരു അഭിപ്രായം അറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മളൊരു സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.